ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് അതിലെ കോഡ്, ആംഗിൾസ് ആൻഡ് ആർക്ക് എന്നുള്ള സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഇതിൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ കോഡ്, ആംഗിൾ, ആർക്ക് ഇവരെല്ലാം തമ്മിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞത്. അത് നമ്മൾ ഇന്ന് എന്തൊക്കെയാണെന്ന് കാണാനും പഠിക്കാനും പോവാണ്. സമയങ്ങളുണ്ടല്ലോ, മെയിൻ ക്ലാസ്സിലേക്ക് വരാമല്ലോ. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിൽ നമുക്കറിയാം, നമുക്കൊരു സെന്റർ ഉണ്ട് അല്ലേ? സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിനെ ഈ സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിലേക്ക് കട്ട് ചെയ്യാണെന്ന് വിചാരിക്കും. സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റ്, ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല. ഈ സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിലേക്ക്, ഇത് ഇവിടുന്ന് 2 റേഡിയസ് വിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണോ? സർക്കിൾ ഇപ്പം 2 കഷ്ണമായ പോലെ തോന്നും അല്ലേ? നമ്മളൊരു കേക്ക് മുറിച്ചിട്ട് ഒരു പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുച്ചുള്ള പോലത്തെ ഒരു പീസ് അങ്ങനെ തോന്നണല്ലേ? അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മളിത് ഇങ്ങനെ ഒരു കഷ്ണം, സർക്കിളിൻ്റെ ഒരു കഷ്ണമായിട്ട് നമ്മളിപ്പോൾ ഇത് അല്ലെങ്കിൽ 2 കഷ്ണമായിട്ട് നമ്മൾ ഈ സർക്കിളിനെ പകർത്തും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യണ ഈ പോർഷൻ, ഇതിനെ വിളിക്കുന്നതാണ് എന്ത്? ഇന്റർസെപ്റ്റഡ് ആർക്ക്. ഇന്റർസെപ്റ്റഡ് ആർക്ക് വരുമ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓൾട്ടർനേറ്റ് ആർക്ക്. ഇന്റർസെപ്റ്റഡ് ആർക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഈ വലിയ പോർഷനെ വിളിക്കുന്നതാണ് എന്ത്? ഓൾട്ടർനേറ്റ് ആർക്ക്. ആർക്കെന്ന് വിളിക്കുന്നത് ഈ ഭാഗത്തിനെയാണ് കേട്ടോ, ഇതിനെ മുഴുവനല്ല നമ്മൾ ആർക്കെന്ന് വിളിക്കുന്നത്. ആർക്കെന്ന് വിളിക്കുന്നത് ഈ ഭാഗം മാത്രം, സർക്കംഫറൻസിന്റെ കഷ്ണമാണ് ആർക്ക്. മറ്റേതോ അപ്പൊ ബാക്കി വരുന്നതാണ് എന്ത്? ഓൾട്ടർനേറ്റ് ആർക്ക്. ഇതിനെ മൊത്തമായിട്ടാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? സെക്ടർ. അത് നിങ്ങൾക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്റർസെപ്റ്റഡ് ആർക്ക് എന്ന് വെച്ചാൽ സർക്കിളിന്റെ ഒരു പീസ് കട്ട് ചെയ്യണത്. ഇനി അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 3 തരം ആംഗിൾ ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരു സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിന്, ഒന്നെങ്കിൽ ഇതോ അങ്ങനെ നമ്മൾ എടുക്കുന്നതിനെ ഇന്റർസെപ്റ്റഡ് ആർക്ക് എന്ന് പറയും. ഇനി ആ ആർക്കിനെ നമ്മൾ ഇങ്ങനെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യില്ലേ? സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? സെൻട്രൽ ആംഗിൾ. അപ്പോ ഒരു ഇന്റർസെപ്റ്റഡ് ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്നത് സെൻട്രൽ ആംഗിൾ. ഇനി അത് ഈ 2 പോയിന്റ് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് ആർക്കിലും വേണമെങ്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിക്കൂടെ? ഈ 2 പോയിന്റ് ഇന്റർസെപ്റ്റഡ് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഭാഗം വെച്ച് എങ്ങോട്ട് വേണമെങ്കിലും ആംഗിൾ ഫോം ചെയ്യാം. അപ്പൊ ഇന്റർസെപ്റ്റഡ് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. അപ്പൊ ഇതൊരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആണ്, ഇതൊരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആണ്. 2 ഇൻസ്ക്രൈബ്ഡ് ആംഗിൾസ് നമ്മൾ വരച്ചിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഇതിൽ നിന്ന് ഒരെണ്ണേ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻസ്ക്രൈബ്ഡ് ആംഗിളുകൾ നമുക്ക് ഈ ഇന്റർസെപ്റ്റഡ് ആർക്കിൽ നിന്ന് നമുക്ക് വരയ്ക്കാവുന്ന സെൻട്രൽ ആംഗിൾ ഒരെണ്ണം, പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ഇൻസ്ക്രൈബ്ഡ് ആംഗിളുകൾ വരയ്ക്കാൻ പറ്റും. കിട്ടിയ മക്കൾക്ക്? അങ്ങനെ വരയ്ക്കുമ്പോൾ ചില ബന്ധങ്ങളുണ്ട് ഇവർ തമ്മിൽ. ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മളിപ്പോ ഇത് 60 ആണെന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എത്രയായിരിക്കും അറിയോ? അതിന്റെ പകുതി. സെൻട്രൽ ആംഗിൾ, ഇന്റർസെപ്റ്റഡ് ആർക്ക് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇൻസ്ക്രൈബ്ഡ് ആംഗിളുകൾ വരാൻ പോകുന്നത്. അപ്പൊ ഇത് 60 ആണെന്ന് അറിഞ്ഞാൽ നമുക്കിനി ഇതിനെ പറ്റി എന്ത് പറയാം? ഇത് 30 ആയിരിക്കും. ഇനി ഇവിടുന്ന് നിങ്ങൾ എത്ര ആംഗിൾ വരച്ചാലും ഇതും എന്തായിരിക്കും? 30. ഈ കാലിവിടെ കുത്തിക്കൊണ്ട് എങ്ങോട്ട് ആംഗിൾ വരച്ചാലും, ഈ 2 കാലിവിടെ കുത്തിക്കൊണ്ട് ഇങ്ങോട്ട് ആംഗിൾ വരച്ചാലും അതെല്ലാം ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആയിട്ട് വരും. അതിന്റെ എല്ലാം മെഷർ ഏതാന്ന് വരും? സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി. ഇത് 100 ആണെങ്കിൽ ഇത് 50, ഇത് 120 ആണെങ്കിൽ അത് 60, അങ്ങനെ വരും എന്നർത്ഥം. ഇതാണ് എന്ത്? സെൻട്രൽ ആംഗിളും ഇൻസ്ക്രൈബ്ഡ് ആംഗിളും ആയിട്ടുള്ള ബന്ധം. ഇനി അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഇന്റർസെപ്റ്റഡ് ആർക്കിൽ വേണമെങ്കിൽ നമുക്കൊരു ആംഗിൾ ഫോം ചെയ്തുകൂടെ? ഈ ഇന്റർസെപ്റ്റഡ് ആർക്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ആംഗിൾ ഫോം ചെയ്യാം. ഇങ്ങനെ ഫോം ചെയ്യാലോ. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതും ആരുമായിട്ടാണെന്നറിയോ ബന്ധം വരാ? നമ്മുടെ ഇൻസ്ക്രൈബ്ഡ് ആംഗിളും ഇങ്ങോട്ടുമായിട്ടൊരു ബന്ധമുണ്ട്.
ഏത് നമ്മുടെ ഇന്റർസെപ്റ്റഡ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഇൻസ്ക്രൈബ്ഡ് ആംഗിളും ആയിട്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ഇവർ രണ്ടുപേരും സപ്ലിമെന്ററി ആണ്. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ എപ്പോഴും 180 ആയിരിക്കണം. അതെന്തുകൊണ്ടാണെന്നറിയോ മക്കൾക്ക്? അത് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇത് നമ്മുടെ ഇപ്പൊ ആംഗിൾ പറഞ്ഞില്ലേ നമ്മള്, ഇത് നമ്മുടെ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ വന്നു അല്ലെ. ഇത് നമ്മുടെ ഇന്റർസെപ്റ്റഡ് ആർക്ക് ആണ്, നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഇത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് എടുത്തോന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോ എന്ത് സംഭവിക്കും? ഇവിടെ വരുമ്പോ എന്താ സംഭവിക്കുക? ഇപ്പൊ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടായില്ലേ? ഒരു സർക്കിളിന്റെ ഉള്ളില് 4 വെർട്ടെക്സും ഓൺ ദ സർക്കിൾ. നോക്കിയേ, ഇപ്പൊ നമ്മൾ ഇതിനെ എ ബി സി ഡി എന്ന് പേര് വിളിച്ചൊന്നും വിചാരിക്കും. എ ബി സി ഡി. എയും ബിയും സിയും ഡിയും എല്ലാം എവിടെയാണ് കിടക്കുന്നത്? ഓൺ ദ സർക്കിൾ ആണ് കിടക്കുന്നത്. അങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററലിനെ, 4 വശമുള്ളതാണല്ലോ ക്വാഡ്രിലാറ്ററൽ, അങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകതയാണ് എന്ത്? ഓപ്പോസിറ്റ് ആംഗിളുകൾ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഓക്കെ, അതേപോലെ ഇതിപ്പോ y ഡിഗ്രി ആണെങ്കിലോ, ഇത് y ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഇത് എത്രയായിരിക്കും? 180 മൈനസ് y. കിട്ടിയോ? അപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇന്റർസെപ്റ്റഡ് ആർക്ക്, ഒരു സർക്കിളിന്റെ ഒരു ചെറിയ പീസ്, അല്ലെങ്കിൽ നമ്മൾ സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്റർസെപ്റ്റഡ് ആർക്ക് എന്ന് പറയും. ആ ഇന്റർസെപ്റ്റഡ് ആർക്കിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആർക്കിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. ഇന്റർസെപ്റ്റഡ് ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയും. ഇനി ആ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഈ ഇന്റർസെപ്റ്റഡ് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എപ്പോഴും സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും മെഷർ. ഇനി ഇന്റർസെപ്റ്റഡ് ആർക്കിലും നമുക്കൊരു ആംഗിൾ ഫോം ചെയ്യാൻ പറ്റും. ആ ആംഗിളും ഇൻസ്ക്രൈബ്ഡ് ആംഗിളും എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. ഇത്രയും ബന്ധമാണ് നമ്മൾക്ക് ആരെ പറ്റി പറയാനുള്ളത്? ഈ കോഡ്, ആംഗിൾ, ആർക്ക് എന്നുള്ള സെഷനിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്താണ്? നമ്മളൊരു സർക്കിളിൻ്റെ അകത്ത് 4 വെർട്ടെക്സും സർക്കിളെ തൊട്ടുകൊണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താ? അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. എന്താ ഈ സപ്ലിമെന്ററി എന്ന് വെച്ചാൽ? രണ്ടുപേരെയും കൂടെ കൂട്ടുമ്പോൾ 180. അപ്പോൾ ഒരാൾ 60 ആണെങ്കിൽ മറ്റേ ആൾ 120, ഒരാൾ 100 ആണെങ്കിൽ മറ്റേ ആൾ 80 എന്ന് നമുക്ക് കാണാണ്ട് പറയാൻ പറ്റും. ഇനി മറ്റൊരു പേരും കൂടി നിങ്ങൾ കേൾക്കും എവിടെയെങ്കിലും ആർക്കിനെ സംബന്ധിച്ച്. ഇങ്ങനെ നമുക്കൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കേ. സർക്കിളിന്റെ തെളിച്ചം പോയോ? നമുക്കൊരു സർക്കിൾ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇന്റർസെപ്റ്റഡ് ആർക്ക് എന്ന് പറയണേന്ന് പറഞ്ഞ ചിലയിടത്ത് നിങ്ങൾ മൈനർ ആർക്ക് എന്നായിരിക്കും കേൾക്കുന്നത്. മൈനർ ആർക്കും മേജർ ആർക്ക് അങ്ങനെയും പറയാട്ടോ. മൈനർ ആർക്ക് ആൻഡ് മേജർ ആർക്ക്. ഒരു സർക്കിളിനെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പീസിനെ, ശരിക്കും പറഞ്ഞാൽ അതിന് പറയുന്നത് 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ, ലെസ് ദാൻ 180 ആണെങ്കിൽ ആർക്കിന്റെ ലെങ്ത് 180 കഴിഞ്ഞ് കുറവ്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആർക്ക് ലെങ്ത് നമ്മൾ ഡിഗ്രി വെച്ചിട്ടാട്ടോ പറയാ. ഈ ഓരോ ആർക്കിനും ഒരു ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുക? ഡിഗ്രി വെച്ചിട്ട്. അപ്പൊ ആർക്ക് ലെങ്ത് 180 കുറവാണെങ്കിൽ അപ്പൊ ആർക്കാ 180 വരാം? ഒരു സെമി സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ആണ് എത്ര? 180 ഡിഗ്രി വരുന്നത്. ഒരു സെമി സർക്കിളിന്റെ ആർക്ക് ലെങ്ത്. അപ്പോ ആർക്ക് ലെങ്ത് 180 കുറവാണെങ്കിൽ നമ്മൾ അതിനെ മൈനർ ആർക്ക് എന്ന് വിളിക്കും, കുഞ്ഞൻ ആർക്ക്. ഇനി അപ്പൊ ആർക്ക് ലെങ്ത് 180 കൂടുതലാണെങ്കിൽ അതിനെ എന്തായിരിക്കും വിളിക്കുന്നത്? മേജർ ആർക്ക്, വലിയ ആർക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്റർസെപ്റ്റഡ് ആർക്കിനെ നമുക്ക് മൈനർ ആർക്ക് എന്ന് പറയാം. അതേപോലെ നമ്മുടെ ഈ ഓൾട്ടർനേറ്റ് ആർക്കിനെ നമുക്ക് എന്ത് പറയാം? മേജർ ആർക്ക് എന്നും പറയാം. അങ്ങനെയും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാട്ടോ. കുറേ ആംഗിൾ മെഷറുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനിയുള്ള എക്സസൈസ് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സസൈസിലേക്ക് പോകാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്